നമസ്കാരം. കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെയുള്ള എപ്പിസോഡിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഒരു അനുഗ്രഹീത നിമിഷത്തിലേക്കാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഗുരുവായൂരപ്പനെ മേൽശാന്തിയായിട്ട് സേവനം അനുഷ്ഠിക്കാൻ നിയോഗിക്കപ്പെട്ട തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ അടുത്താണ് കുറച്ചു നേരം നമുക്ക് അദ്ദേഹം അനുവദിച്ചു തന്നിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ അറിയാം. നമസ്കാരം. നമസ്കാരം. ഈ മേൽശാന്തി നറുക്കെടുപ്പിന്റെ ദിവസം ഇവിടെ ഗുരുവായൂർ ഉണ്ടായിരുന്നുവോ? ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. സമയത്ത് ഈ വർഷം ഈ തവണത്തെ മേൽശാന്തി നറുക്കെടുപ്പിന് ഞാനും നാലമ്പലത്തിൽ ഉണ്ടായിരുന്ന ഒരു വർഷമാണ്. ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ കുറെ അകലെയാണ്, എനിക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല. എന്നാലും അവിടെ നറുക്കെടുപ്പ് നടക്കണ ആ സമയമൊക്കെ കണ്ടിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു നിമിഷത്തിനെ? മേൽശാന്തി അപേക്ഷകനായിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അപേക്ഷിക്കാറുണ്ട്, മേൽശാന്തി അപേക്ഷ നൽകാറുണ്ട്. അപ്പോൾ മിക്കവാറും എല്ലാ ഇൻ്റർവ്യൂവിനും അപേക്ഷിച്ച് നമുക്ക് ഇൻ്റർവ്യൂ കത്ത് വന്നാൽ നമ്മളത് പങ്കെടുക്കുക. അപ്പോൾ എല്ലാറ്റും പങ്കെടുത്തിട്ടുമുണ്ട് അതിൽ. അത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നാലമ്പലത്തിനകത്ത് വെച്ച് ഉച്ചപൂജയ്ക്ക് ശേഷമാണല്ലോ നറുക്കെടുക്കാറ്. അപ്പോൾ അന്നും പതിവ് പോലെ ഇൻ്റർവ്യൂവിന് ഇതിൽ കൂടിക്കാഴ്ചയ്ക്ക് വന്നു. കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. 45 പേരോളം ഉണ്ടായിരുന്നു അന്ന് ക്ഷണിക്കപ്പെട്ട കൂടിക്കാഴ്ചയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ. അതിൽ നിന്നും ഒരു 35 പേരിൽ 35ഓളം പേരിൽ നിന്നാണ് നറുക്കെടുപ്പ് അന്നുണ്ടായത്. അപ്പോൾ അത് പതിവ് പോലെ തന്നെ നമ്മൾ ആ നാലമ്പലത്തിനകത്ത് കൂടിക്കാഴ്ചയ്ക്ക് വന്നവർക്ക് തൊഴാനും കൂടിയുള്ളൊരു വലിയ മഹാഭാഗ്യം ഭഗവാൻ ഇതിൽ കൂടെ അനുവദിച്ച് തരാറുണ്ട്. കാരണം അപേക്ഷകനായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അപേക്ഷയിൽ നിന്നും ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ആ അപേക്ഷകരെ, ഇല്ലെങ്കിൽ ഇൻ്റർവ്യൂവിൽ പാസ്സായിട്ടുള്ളവരെ, അല്ലെങ്കിൽ അതിൽ പങ്കെടുത്തവരെ എല്ലാവരെയും ഗുരുവായൂരപ്പൻ അതിലേക്ക് വിളിച്ച് ഉള്ളിലേക്ക് വിളിച്ച് ആ ഇത് നടക്കുന്ന സ്ഥലത്ത് നിവേദ്യത്തറയുടെ അവിടെ വന്ന് നിൽക്കാനും നമുക്ക് ഭഗവാനെ തൊഴാനൊക്കെ ഉള്ള ഒരു വലിയ മഹാഭാഗ്യം ഗുരുവായൂരപ്പൻ അനുവദിച്ച് തരാറുണ്ട്. ഏറെക്കുറെയൊക്കെ ഒന്ന് വരാറുണ്ട്. എന്നാൽ അതിനിടയ്ക്ക് പലപ്പോഴും നമ്മൾ ചിലപ്പോഴൊക്കെ ആദ്യത്തെ നമ്പറുകളൊക്കെ ആയിരിക്കുക വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ തൊഴുത് പോവാറുണ്ട്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ എന്തോ ഇത് കഴിഞ്ഞ് ഭഗവാനെ ഒന്ന് തൊഴുതിട്ടേ പോകുന്നുള്ളൂ എന്നൊരു നിശ്ചയത്തിലാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. അത് പ്രത്യേകം അങ്ങനെ എന്തെങ്കിലും ഒരു നിമിത്തം മനസ്സിൽ തോന്നുന്നു, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരു പോസിറ്റീവ് സൈൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെ എന്തെങ്കിലും ഒരു തോന്നലുണ്ടോ? അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ നമ്മളിപ്പോ നമുക്ക് അപേക്ഷിക്കാം. ഗുരുവായൂരപ്പൻ ആ അപേക്ഷ സ്വീകരിച്ച് കൂടിക്കാഴ്ചയ്ക്ക് നമ്മളെ ക്ഷണിക്കണു. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിയുന്നത് തന്നെ വലിയൊരു ഭാഗ്യം. നമ്മുടെ പേര്, ഇല്ലെങ്കിൽ നമ്മൾ ആ ഇൻ്റർവ്യൂവിൽ പാസ്സായി നമ്മൾ ആ ഭഗവാന്റെ പൂജ ചെയ്യാനുള്ള ഒരു അർഹത നമുക്കുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇതാണല്ലോ നമ്മുടെ പേര് അതിൽ ഉൾപ്പെടുത്തുന്നത്. കിട്ടുന്നത് അതിന് മഹാഭാഗ്യമാണ്. എങ്കിൽ പോലും നമുക്ക് ആ നമ്മളെ ഗുരുവായൂരപ്പൻ ആ ഇൻ്റർവ്യൂ പാസ്സായിട്ട് നമ്മുടെ പേര് വിളിച്ച ആ വെള്ളിക്കുടത്തിൽ ഇടുന്നത് വരെയുള്ള ഒരു കാര്യം നമ്മളെ ഭഗവാൻ അതിലേക്ക് അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവ്. അതന്നെ വലിയൊരു മഹാഭാഗ്യമാണ്. അതിനപ്പുറത്തേക്ക് നമുക്ക് പ്രതീക്ഷിക്കാനൊന്നും യാതൊരു. അങ്ങയുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇതിനു മുമ്പ് മേൽശാന്തി സ്ഥാനം? തീർച്ചയായിട്ടും 2010 എൻ്റെ അനിയൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഇവിടെ മേൽശാന്തിയായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇതുപോലെ തന്നെ ഈ ഏപ്രിൽ മാസത്തിൽ തുടങ്ങി, ഏപ്രിൽ മാസം മുതൽ സെപ്റ്റംബർ കൂടി ഉൾപ്പെടുന്ന ഈ ഊഴത്തിലായിരുന്നു അന്നും അദ്ദേഹത്തിന് മേൽശാന്തിയായിട്ട് ഇവിടെ ഭഗവാന്റെ പാദസേവ ചെയ്യാനുള്ളൊരു മഹാഭാഗ്യം ഉണ്ടായത്. ആ ഒരു സമയത്ത് അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങ് കൂടെ നിൽക്കുക അങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ അനിയന്റെ കൂടെ 6 മാസവും ഏറെക്കുറെയൊക്കെ അനിയന്റെ കൂടെ സഹായിയായിട്ട് ഞാനന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങേക്ക് ഏകദേശം മേൽശാന്തിയുടെ റുട്ടീനൊക്കെ ബൈ ഹാർട്ട് ആയിരിക്കും അല്ലേ? എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ ജയിച്ച ഒരു രീതിയല്ലല്ലോ ഇനി വരുന്ന 6 മാസ കാലത്ത്. നേരത്തെ എഴുന്നേൽക്കുന്നതാണെങ്കിലും ഭക്ഷണം വെള്ളം പോലും കുടിക്കാതെ പൂജ വരുന്നത്, അതിനെ കുറിച്ചൊക്കെ അറിയാലോ? ഏറെക്കുറെയൊക്കെ നമുക്കറിയാം. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ അന്ന് മുതൽ തന്നെ മേൽശാന്തിയുടെ കൂടെ ഒരു 2 മണിയോട് കൂടി എഴുന്നേൽക്കുക, മേൽശാന്തിയുടെ കൂടെ തന്നെ നിർമാല്യം തൊഴാനൊക്കെ ആയിട്ട് നമുക്ക് അദ്ദേഹത്തിനെ കൂടെ നമുക്ക് അകത്തേക്ക് പോകാനും ആ നിർമാല്യ ദർശനം, അല്ലെങ്കിൽ അതുപോലത്തെ ആ പൂജാ കാര്യങ്ങളിലൊക്കെ നമുക്ക് പുറത്തു നിന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത ശൈലി, ഈ മേൽശാന്തി പദം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു മേൽശാന്തി അനുഷ്ഠിക്കേണ്ടത് ഒരു ജീവിതശൈലി. ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം ഉച്ചപൂജ കൂടിയും കഴിഞ്ഞിട്ടാണ് തീർത്ഥം സേവിച്ച ശേഷം മാത്രമേ മേൽശാന്തി ഭക്ഷണം കഴിക്കുള്ളൂ. അതും ഭഗവാൻ നിവേദിച്ച അത് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. കുടിക്കുന്ന വെള്ളമാണെങ്കിൽ അത് മണിക്കിണറിലെ ജലം മാത്രമേ മേൽശാന്തി കഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ കുറേ നിയമങ്ങൾ മേൽശാന്തി അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഇവിടെ നിഷ്കർഷയായിട്ട്
തുടർന്ന് പോരുന്നുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ അതൊക്കെ ആ മേൽശാന്തിയുടെ അനുഷ്ഠാനം നമ്മൾ കണ്ടിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹമല്ലേ, ശിഷ്യനായിട്ട് തീർച്ചയായും. വന്ന കാരണം അങ്ങേക്ക് അതിനെ കുറിച്ച് അറിയാം. അന്നേ അങ്ങയുടെ മനസ്സിൽ എന്തെങ്കിലും ഒരിക്കലും മേൽശാന്തി ആയിരുന്നെങ്കിൽ എന്നുള്ള മോഹം ഉണ്ടായിരിക്കും. ഗുരുവായൂരപ്പൻ ശരിക്കും ആ വിളി കേട്ട പോലെ തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ വേണം നമ്മൾ വിചാരിക്കാനായിട്ട്. കാരണം ഗുരുവായൂരപ്പൻ പറഞ്ഞതുപോലെ തന്നെ പറയണം. കാരണം ആ മേൽശാന്തി സ്ഥാനം കഴിഞ്ഞതിന് ശേഷം ആ സെപ്റ്റംബറിൽ നിലവിൽ അനിയൻ മേൽശാന്തി സ്ഥാനം ഒഴിഞ്ഞ ശേഷം അതിനുശേഷമാണ് എന്നോട് പറഞ്ഞത്. ഞാനതുവരെയും അപേക്ഷ കൊടുത്തിട്ടൊന്നുമില്ല, മേൽശാന്തി ആവാനുള്ള അപേക്ഷകളൊന്നും ഞാൻ അവരെ ചെയ്തിട്ടൊന്നുമില്ല. അനിയന് കിട്ടണ വരെ ഇല്ല ഇല്ല ഇല്ല. അനിയന് കൊടുത്ത് അനിയൻ്റെ സെപ്റ്റംബർ ഊഴം കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന ഏപ്രിൽ മാസത്തിൽ തുടങ്ങുന്ന ഊഴം മുതലാണ് ഞാൻ 2011 ഏപ്രിൽ മുതലാണ് ഞാൻ അപേക്ഷ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പൊ അത്രയും വർഷത്തെ കാത്തിരിപ്പ് തന്നെയാണ്. ഈ ജന്മത്തിൽ അത് സാധിക്കുക പറഞ്ഞാൽ ഏറ്റവും വലിയ അമ്മ ചെയ്ത പുണ്യം എന്ന് പറയാല്ലേ വേണമെങ്കിൽ. അമ്മ ഇത്രയും ഭഗവാനെ ശരിക്കും 6 മാസക്കാലം അത്രയും അധികം സേവിക്കാനുള്ള ഒരു അവസരം കിട്ടുന്ന ഒരു മകന് ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ആ അമ്മയുടെ ജന്മസുകൃതം തന്നെ പറയാം. തീർച്ചയായിട്ടും അമ്മയുടെ കാരുണ്യം, അമ്മയുടെ അനുഗ്രഹം, അച്ഛനമ്മമാരുടെ അനുഗ്രഹം, അങ്ങനെ വേണമല്ലോ നമ്മൾ പറയാം. അച്ഛനമ്മമാരുടെ അനുഗ്രഹം തന്നെയാണ് അതിൽ പറയേണ്ടത്. കാരണം എൻ്റെ അച്ഛൻ ഞങ്ങൾ ഇല്ലത്തടുത്ത് തന്നെ കാറൽമണ്ണാണ് ഇല്ലം. കാറൽമണ്ണ തന്നെ ഒരു ഇളന്തുരുത്തി മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. ആ ഞങ്ങളുടെ ഇല്ലത്തെ അധികം ദൂരമില്ലാത്ത ഒരു അമ്പലമാണ്. അച്ഛൻ ഒരു 40 വർഷത്തിൽ കൂടുതൽ അവിടെ മഹാവിഷ്ണുവാണ്. ആ ഭഗവാനെ സേവിച്ചുകൊണ്ട് ഒരു നിസ്വാർത്ഥ സേവനം എന്നാണ് പറയുന്നത്. ഒരു 50 കൊല്ലം മുമ്പത്തെ കാര്യമാണ് ഈ പറയുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരു വലിയൊരു ശമ്പളം, ഒരു കാര്യങ്ങളോ മറ്റ് ഇതൊന്നും നമുക്ക് അമ്പലങ്ങളിൽ നിന്ന് കിട്ടാനില്ല. അമ്പലത്തിൽ നിത്യത കഴിഞ്ഞ് പോകാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമാണ് അന്ന്. അപ്പോൾ ആ ഒരു കാലത്ത് നിസ്വാർത്ഥമായിട്ടെന്ന് തന്നെ പറയാം, ഒരു 40 കൊല്ലത്തിൽ കൂടുതൽ അച്ഛൻ ആ ഭഗവാനെ സേവിച്ചതിൻ്റെ ഒരു പുണ്യം, ആ മഹാവിഷ്ണു, ആ ഭഗവാന്റെ ഒരു പുണ്യം, ആ അച്ഛൻ്റെ സേവയിൽ കൂടെ ഞങ്ങൾക്ക് വന്നു ചേർന്നൊരു മഹാഭാഗ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. തീർച്ചയായിട്ടും അച്ഛനമ്മമാർ അവരുടെ ആ വലിയൊരു അനുഗ്രഹം, എൻ്റെ ഒരു സുഹൃതം തന്നെയാണ് തീർച്ചയായിട്ടും മക്കളായ ഞാനായാലും അനിയനായാലും ഈ ഒരു മഹാഭാഗ്യത്തിൽ കൂടെ ഞങ്ങൾക്ക് ഭഗവാൻ തന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങ് ഭാഗവത സപ്താഹങ്ങൾക്കൊക്കെ പോവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഭാഗവതം പഠിച്ചത് എങ്ങനെയാ? എനിക്ക് പൊതുവെ ഈ ഭാഗവത രംഗങ്ങളും അല്ലെങ്കിൽ സത്സംഗങ്ങളൊക്കെ കുട്ടിക്കാലം മുതലേ എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനുശേഷം ഭാഗവതം ഉപദേശം ആയിട്ട് എനിക്ക് നൽകിയത് ശങ്കരനാരായണൻ ഭട്ടതിരി അദ്ദേഹമാണ് എനിക്ക് ഭാഗവതം ഉപദേശിച്ച് എനിക്ക് ഭാഗവത ഉപദേശം ചെയ്തത്. ഞാൻ ഭാഗവതം വായിക്കാറുണ്ട്. അതുപോലെ ഇടക്കാലത്ത് ഞാൻ ആദ്യം സ്കൂൾ ജീവിതം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറേ കാലം ബോംബെയിലായിരുന്നു. ബോംബെയിൽ 1-2 അയ്യപ്പ ക്ഷേത്രങ്ങളിൽ മേൽശാന്തിയായിട്ടൊക്കെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. അതിനുശേഷം നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ ഭാഗവത സപ്താഹങ്ങൾക്കൊക്കെ പോയിരുന്നു. കുറേശ്ശെ, കൂടുതൽ എന്നൊന്നും പറയണില്ല, എങ്കിൽ പോലും സഹാചാര്യനായിട്ടൊക്കെ ഞാൻ പോയിരുന്നു. അതൊക്കെ ഈ ഗുരുവായൂരപ്പനിലേക്ക് എത്തിച്ചേരാനുള്ളൊരു ഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ ഭാഗവത സപ്താഹത്തിന് പോണ ആൾക്കാർക്ക് ഭഗവാന്റെ എല്ലാ ലീലകളെയും കുറിച്ച് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ആവുമ്പോൾ അങ്ങേക്കൊരു ഉപാസനാമൂർത്തി എന്ന് പറഞ്ഞ് ഭഗവാന്റെ ഒരു ഭാവം ഉണ്ടാവില്ലേ? ഏത് ഗുരുവായൂരപ്പന്റെ ഏത് ഭാവമാണ്? എല്ലാ ഭാവവും നമുക്ക് ഇഷ്ടമാണ്. എന്നാലും അങ്ങേക്ക് ഭഗവാനെ വിളിക്കുമ്പോൾ ഏത് ഭാവത്തിലാ തോന്നാറുള്ളത്? ഉണ്ണികൃഷ്ണനായിട്ടാണോ മഹാപ്രഭു ആയിട്ടാണോ എന്നൊക്കെ? ഭഗവാന്റെ ലീലകൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം, ഏറ്റവും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മളൊരു കഥകൾ ഭഗവാന്റെ ബാലലീലകളായിരിക്കും. ആ ഉണ്ണികൃഷ്ണനായിട്ടുള്ള ഭഗവാന്റെ ബാലലീലകൾ, ഈ പറഞ്ഞ പോലെ കളിയമർദ്ദനായിട്ടും ഇല്ലെങ്കിൽ ബാലലീലകൾ, പൂതനാമോക്ഷം തുടങ്ങിയ കഥകളിൽ കൂടിയും ഇല്ലെങ്കിൽ ഉലൂഖല ബന്ധനം, അത് അങ്ങനെ ഭഗവാന്റെ ബാലലീലകളെ വർണ്ണിക്കാനും കേൾക്കാനും തന്നെ വലിയൊരു സന്തോഷമാണ്. എല്ലാവർക്കും ഭഗവാന്റെ ബാലലീലകൾ പറഞ്ഞു കേൾക്കാൻ വലിയൊരു സന്തോഷമാണ്. മറ്റ് എല്ലാ കഥകളും ഇല്ലെങ്കിൽ ഭഗവാന്റെ എല്ലാ രൂപങ്ങളും വളരെ വളരെ ഗംഭീരമാണ്, അല്ലെങ്കിൽ വളരെ ശ്രേഷ്ഠം തന്നെയാണ്. എങ്കിൽ പോലും ഭഗവാന്റെ ബാലലീലകൾ എന്ന് പറയുമ്പോഴേക്കും ആ ഉണ്ണികൃഷ്ണന്റെ ഭാവം അല്ലെങ്കിൽ ആ കണ്ണനായിട്ടുള്ള ഭഗവാന്റെ ഭാവം തന്നെയാണ് കൂടുതൽ. മേൽശാന്തി ആവുമ്പോ അങ്ങനെ ഒരു ഭാവ വേണ്ടേന്നും കേട്ടിട്ടുണ്ട്. അമ്മയുടെ ഒരു സ്ഥാനം എന്നുള്ള രീതിയിൽ വരുമ്പോ ശരിക്കും ബാലലീലകളോട് എനിക്ക് തോന്നുന്നു ഉണ്ണികൃഷ്ണനും അങ്ങനെ ഒരു ഇഷ്ടമുണ്ട് തോന്നുന്നു. ഇവിടെ വരുമ്പോ നമുക്ക്
എൻ്റെയും അനുഭവം ഇങ്ങനെയാണ്. എനിക്ക് മഹാപ്രഭുവായിട്ട് ഭഗവാനെ കാണാൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പറയുമ്പോൾ എപ്പോഴും ഉണ്ണി കൃഷ്ണ എന്നാണ് പറഞ്ഞു പോണത്. അപ്പൊ ഭഗവാൻ അങ്ങനെ കേൾക്കാൻ ഇഷ്ടമാണ് തോന്നുന്നു. എന്തായാലും അങ്ങേക്കും അങ്ങനെ ഒരു ഉണ്ണികൃഷ്ണൻ ഭാവം. അങ്ങ് 6 മാസം ഇവിടെ ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ അനിയന്റെ കൂടെ. അങ്ങനെയാവുമ്പോ ഉച്ചപൂജ അലങ്കാരങ്ങളും കാണുന്നുണ്ടാവും. അപ്പൊ ഏറ്റവും മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന ഒരു ഉച്ചപൂജ കളഭാലങ്കാരം ഏതായിരുന്നു? ഈ പറഞ്ഞ പോലെ അവതാരങ്ങൾ ഓരോ ദിവസങ്ങളും ഓരോ രൂപത്തിൽ ഭഗവാനെ അലങ്കരിക്കുക, മേൽശാന്തിമാരും ഓദിക്കന്മാരും ഒക്കെ മാറി മാറി അലങ്കരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതെ അതെ. കൃഷ്ണന്റെ പല ഭാവങ്ങൾ, ബാലഗോപാലനായിട്ടായാലും വെണ്ണക്കണ്ണനായിട്ടും ഓടക്കുഴൽ ഊതുന്ന കണ്ണനായിട്ടും ഊഞ്ഞാലാടുന്ന ഭഗവാന്റെ രൂപം, കാളിയമർദ്ദനായിട്ട്, അപ്പം അങ്ങനെ പല രൂപത്തിലും ഭഗവാനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ പലപ്പോഴും ആലിലകൃഷ്ണനായിട്ട് അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചില രൂപങ്ങളൊക്കെ നമുക്ക് വളരെ ഹൃദയസ്പർശിയാണ്. ഭഗവാന്റെ ചില ചില രൂപങ്ങൾ നമുക്ക് കൂടുതൽ ഒരു സന്തോഷം തോന്നുന്നത്. പക്ഷെ എല്ലാ അവതാര ചാർത്തും നമുക്ക് ഒന്നിനൊന്ന് മെച്ചമാണ്. കാരണം ഓരോരുത്തരെയും ഓരോ മേൽശാന്തിമാരുടെ ആയാലും ഓദിക്കന്മാരുടെയും അവരുടെ ഉള്ളിലുള്ളൊരു ഭാവമാണല്ലോ പുറത്ത് രൂപമായിട്ട് വരുന്നത്. അപ്പോൾ എല്ലാ അലങ്കാരങ്ങളും വളരെ ഗംഭീരം തന്നെയാണ്. പക്ഷെ ഉണ്ണിക്കണ്ണൻ്റെ രൂപങ്ങളാകുമ്പോൾ നമുക്ക് കൂടുതൽ എൻ്റെ ഒരു കാര്യം മാത്രമല്ല, ഭക്തജനങ്ങൾക്കാണെങ്കിൽ പോലും കണ്ണൻ്റെ ചെറിയ ബാലഗോപാല അല്ലെങ്കിൽ ബാലലീലകളുടെ രൂപത്തിലുള്ള അചന്ദന ചാർത്തിൽ കൂടുതൽ ഒരു സന്തോഷം തോന്നുന്നു പറയുന്നത് ഭക്തജനങ്ങൾ അങ്ങനെയാണ് പറഞ്ഞ് കേൾക്കാറും. അന്ന് ഇത്രയും അധികം പേരെ ഉച്ചപൂജ വർണ്ണനയൊന്നും ചെയ്ത് കേട്ടിരുന്നില്ല. പക്ഷെ ഇപ്പോ എല്ലാ ദിവസവും ഭഗവാനും ഒരു മത്സരമായിട്ട് എടുത്ത പോലെയാണ് അല്ലെ? ഓരോ ദിവസവും വേറെ വേറെ വ്യത്യസ്തമായ അലങ്കാരങ്ങൾ. അത് പറയാൻ ലോകമെമ്പാടും ആളുകൾ കാത്തിരുന്ന് കേൾക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോ ചന്ദനം ചാർത്തൽ എങ്ങനെയാ? അങ്ങേക്ക് നല്ല വശമുണ്ട് എന്ന് തോന്നുന്ന ഒരു കാര്യമാണോ? അതോ മുൻപേ അമ്പലങ്ങളിൽ മേൽശാന്തിയായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എങ്ങനെയാ ചന്ദനം ചാർത്തല്? ചന്ദനം ചാർത്തുന്ന കാര്യത്തിൽ വൈദഗ്ധ്യമൊന്നുമില്ല. എങ്കിലും ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ബോംബെയിലൊക്കെ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്തിരുന്ന കാലത്ത് അവിടെ ചില അമ്പലങ്ങളിലൊക്കെ ചന്ദനം ചാർത്തേണ്ട ആവശ്യം ഉണ്ടാവാറുണ്ട്. കാരണം ഭക്തജനങ്ങളെ വഴിപാടായിട്ട് തന്നെ ചന്ദന ചാർത്ത് ഷീട്ടാക്കുന്ന ഒരു സമ്പ്രദായം പല അമ്പലങ്ങളിലും ഉണ്ട്. അപ്പോൾ അതുപോലെ ഭഗവാന്റെ കൃഷ്ണനായാലും അയ്യപ്പനായാലും സുബ്രഹ്മണ്യ സ്വാമി ആയാലും ഭഗവതി ആയാലും അവരുടെ രൂപങ്ങൾ ഭക്തജനങ്ങൾ ചീട്ടാക്കുന്നതിന് അല്ലെങ്കിൽ വഴിപാട് പ്രാർത്ഥിക്കുന്നതിനനുസരിച്ച് നമ്മൾ ചന്ദന ചാർത്ത് നടത്തുന്ന ഒരു സമ്പ്രദായമുണ്ട്. അപ്പോൾ ചന്ദനം ചാർത്തിയിട്ടൊക്കെ ഉണ്ട്. എങ്കിൽ പോലും നമ്മളതിലൊരു പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു 30-35 വർഷത്തോളമായിട്ട് ഒട്ടും ഇതിൻ്റെ ഇപ്പോൾ ശീലമില്ല എന്നുള്ളതിൻ്റെ വലിയൊരു എന്തായാലും ഭഗവാൻ എങ്ങനെയൊക്കെയാണോ മനസ്സിൽ തോന്നിക്കുന്നത്, അല്ലെങ്കിൽ ഭഗവാൻ എങ്ങനെയൊക്കെയാണോ നമ്മളെ അദ്ദേഹത്തിൻ്റെ എങ്ങനെയൊക്കെയാണോ ഭഗവാൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കുക നമുക്കറിയില്ല. എങ്കിലും നമ്മളതിനായിട്ട് തയ്യാറാവുക എന്നുള്ളത് മാത്രമല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ നിലവില് ഏതമ്പലത്തിലാണ്? ഇപ്പോൾ ഞാൻ നിലവിൽ ചെർപ്പളശ്ശേരി ഇല്ലിക്കോട്ടുകുറിശി ശിവക്ഷേത്രത്തിൽ മേൽശാന്തിയാണ്. ഒരു 15 വർഷമായിട്ട് ഞാൻ ആ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി സേവനം ചെയ്തു വരുന്നുണ്ട്. വില്ലുമംഗലം സ്വാമിയാരുടെ കഥ കേട്ടിട്ടുണ്ട്. പഞ്ചാക്ഷരം ചൊല്ലി 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 ഉണ്ണികൃഷ്ണൻ അടുത്ത് വന്നത്. അപ്പൊ അത് പറഞ്ഞ പോലെ തന്നെയായില്ലേ? മഹാദേവനെ സേവിച്ച് മഹാപ്രഭു അങ്ങേ ഇങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ് അല്ലെ? ശരിക്കും ഇത് മഹാദേവന്റെയും കൂടി അനുഗ്രഹമാണ്. ഒരു സംശയമില്ല. കാരണം മഹാദേവനായിട്ടുള്ളൊരു ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാറൽമണ്ണ, പാലക്കാട് ജില്ലയിലെ ചെർപ്പളശ്ശേരിക്ക് അടുത്താണ് കാറൽമണ്ണ എന്ന ഗ്രാമം. ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമമാണ്. അവിടെ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രം എന്നൊരു വളരെ പ്രശസ്തമായിട്ടൊരു ക്ഷേത്രമുണ്ട്. ഈ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിന് ഊരാൺമ കുടുംബങ്ങളാണ് ഞങ്ങൾ. തെക്കുംപറമ്പത്തുമന ഉൾപ്പെടെ 10 ഇല്ലക്കാരാണ് അവിടെ ഉള്ളത്. ഈ 10 ഇല്ലങ്ങളുടെയും ഊരാൺമയിൽ പെട്ടതാണ് ഈ തിരുമുല്ലപ്പള്ളി മഹാദേവ ക്ഷേത്രം. കുട്ടിക്കാലം മുതലേ നമ്മൾ കുളിച്ചു തൊഴുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ദേവനാണ് ആ മഹാദേവൻ. അതിനുശേഷം ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു 15 വർഷം, അതും ചെർപ്പളശ്ശേരി കാറൽമണ്ണിയും ചെർപ്പളശ്ശേരിയായിട്ട് അധികം ദൂരമൊന്നുമില്ല, ഒരു നാഴിക ദൂരമേ ഉള്ളൂ. അപ്പോൾ അവിടെ മഹാദേവ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിട്ട് ഞാൻ 2011 ആണ് ഞാനവിടെ 11 ഏപ്രിൽ മാസത്തോടു കൂടി വിഷുവിന് ശേഷം 2011 ഞാനവിടെ മേൽശാന്തി സ്ഥാനം ഏൽക്കുന്നത്. അതും എടുത്തു പറയേണ്ട ഒരു കാര്യം, അവിടെ വളരെ ഗംഭീരമായിട്ടൊരു നവീകരണ കലശം ഉണ്ടായി 2011. ആ നവീകരണ കലശത്തിന് ശേഷം ആ കലശത്തോടു കൂടിയാണ് ഞാൻ ആ ഭഗവാനെ സേവിക്കാനായിട്ട് അവിടെ എത്തിച്ചേരുന്നത്. അതും ഗുരുവായൂരപ്പൻ്റെ ഒരു നിയോഗം എന്ന പോലെ പറയാം. കാരണം ആ അമ്പലത്തിലേക്ക് ആദ്യമായിട്ട് എന്നോടൊന്ന് വരാൻ പറയുന്നത്
ഞാൻ ഈ അനിയന് ശബരിമല അല്ല ഗുരുവായൂർ മേൽശാന്തി സ്ഥാനം കിട്ടിയതിന് ശേഷം അദ്ദേഹം ഈ ഭജനത്തിനായിട്ട് അന്ന് അനിയൻ്റെ കൂടെ ഞാൻ ചെർപ്പളശ്ശേരിയിൽ നിന്ന് ഇങ്ങനെ ഗുരുവായൂർക്ക് ബസ്സിൽ കയറി വരുമ്പോഴാണ് ഇങ്ങനെ ഈ ക്ഷേത്രത്തിൽ നിന്ന് ഒരു ഫോൺ വിളി വരുന്നത്. അനിയനാണ് ഫോൺ ചെയ്തത്, അവർ കമ്മിറ്റി ഭാരവാഹികൾ. ഇങ്ങനെ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു ഈ നവീകരണ കലശത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ഒരു തന്ത്രി വന്നിട്ട് ഒരു അനുജ്ഞാ കലശം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു അനുജ്ഞ എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ഈ ക്ഷേത്രം നവീകരിക്കാൻ പുറപ്പെടുന്നതിന് മുമ്പായിട്ട് ആ ഭഗവാന്റെ ഒരു അനുവാദം മേടിക്കുകയാണ്. അങ്ങനെ ഒരു ചടങ്ങ്, താന്ത്രിക വിധി പ്രകാരമുള്ള ഒരു ചടങ്ങാണ് അനുജ്ഞ എന്നുള്ളത്. അപ്പോൾ ആ ചടങ്ങിന് ദിവസം ഒന്ന് പങ്കെടുക്കാൻ അവിടെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചില്ലെങ്കിൽ ആരെങ്കിലും ഒരാളെന്ന് അവിടെ നിലവിലുണ്ടായിരുന്ന പൂജ ചെയ്യുന്ന മേൽശാന്തി അദ്ദേഹം എന്തോ 2 ദിവസത്തേക്ക് ലീവ് എടുത്ത് പോയി. അന്നത്തെ ദിവസം അദ്ദേഹം എത്താൻ പറ്റില്ല എന്നൊരു വിവരം കൊടുത്തിരുന്നു അത്ര. അപ്പോൾ ഈ തന്ത്രി ഈ ചടങ്ങിനായിട്ട് വരുമ്പോൾ അവിടെ ഒരാളില്ലാത്തൊരവസ്ഥ. അപ്പോൾ ഇങ്ങനെ അനിയനോട് പറഞ്ഞപ്പോൾ അനിയൻ പറഞ്ഞു ഞാൻ ആരെങ്കിലും കിട്ടുമോ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അനിയൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ആവശ്യം ഇങ്ങനെ അമ്പലക്കാർ പറയുന്നുണ്ട്, ഒന്ന് പോകാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ഗുരുവായൂർക്ക് വരുന്നതിന് പകരം ഞാൻ അന്ന് അവിടെ ഇല്ലിക്കോട്ടുകുറിശി ശിവക്ഷേത്രത്തിലെ ആ നവീകരണ കലശത്തിന് മുന്നോടിയായിട്ടുള്ള ആ പ്രവർത്തികൾ അമ്പലം പുതുക്കി പണിയാനുള്ള പ്രവർത്തികൾ നടക്കുന്ന ഈ അനുജ്ഞാ ചടങ്ങിൽ ഞാൻ അവിടെ ആദ്യമായിട്ട് പങ്കെടുത്തു. അതും ആ ഒരു ഗുരുവായൂരപ്പനും ആ മഹാദേവനായിട്ടുള്ളൊരു ബന്ധം വളരെയധികം ഉണ്ട് എന്നുള്ളതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. അതിനുശേഷം ഇന്നേ വരെ ഗുരുവായൂർ ഇൻ്റർവ്യൂവിനായിട്ട് വരുമ്പോൾ എല്ലാ തവണയും മഹാദേവനോട് അങ്ങേയറ്റം പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോരാറ്. അപ്പോൾ ആ ഭഗവാന്റെ കാരുണ്യം, ഭഗവാന്റെ ആ മഹാദേവൻ്റെയും ഗുരുവായൂരപ്പൻ്റെ ഒരു കാരുണ്യം പൂർണ്ണമായത് ഈ നിമിഷത്തിലാണെന്നുള്ളത് മാത്രമേ എടുത്തു പറയാനുള്ളൂ. എങ്കിലും ആ ഭഗവാന്റെ കാരുണ്യം അങ്ങേയറ്റം വളരെ വളരെ പുണ്യമായിട്ടും അനുഗ്രഹമായിട്ടും തന്നെയാണ് കരുതുന്നത്. ഇവിടെ മഹാക്ഷേത്രം ആയതുകൊണ്ട് കുറച്ച് അധികം ഉണ്ടാവുമല്ലോ പൂജകളുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണല്ലോ. ആരായിരുന്നു അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്? ഈ പൂജാരംഗത്തെ പ്രധാന ഗുരുനാഥൻ അച്ഛൻ തന്നെയാണ്. പൂജയുടെ ബാലപാഠം പറഞ്ഞു തന്നത് അച്ഛനിൽ നിന്ന് തന്നെയാണ് ആദ്യം പഠിച്ചത്. അതിനുശേഷം മറ്റൊരു ഗുരുനാഥനായ വാഴകുന്നം നീലകണ്ഠൻ നമ്പൂതിരിയാണ് പിന്നെ ഒരു ഗുരുനാഥൻ. പിന്നെ അനിയൻ ഉൾപ്പെടെ തന്നെ പറയട്ടെ, കാരണം വിശേഷാൽ പൂജകളൊക്കെ പല ഗുരുനാഥന്മാരിൽ നിന്നുമായിട്ട് നമ്മൾ വശമാക്കിയിട്ടുണ്ട്. അങ്ങനെ അനിയനാണെങ്കിലും പഠിക്കാൻ അങ്ങനെ ഒന്നും ഇല്ലല്ലോ അല്ലെ? ആർക്കാണോ അറിയണേ അതും നല്ല കാര്യങ്ങളാണല്ലോ. അപ്പൊ കൂടുതൽ ഗുരുസ്ഥാനം തന്നെ കാണുന്നു. തീർച്ചയായിട്ടും അറിയാത്തൊരു കാര്യം ആര് പറഞ്ഞു തന്നാലും അതിൽ വലിപ്പച്ചെറുപ്പമൊന്നുമില്ല അതില്ല. കാരണം നമുക്കൊരു അറിവ് പകർന്നു തരുന്നവൻ ആരോ അത് ഗുരുവാണ്. അപ്പോൾ ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ അതിൽ പ്രായഭേദമൊന്നുമില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്ന വ്യക്തി അത് ഗുരുനാഥൻ തന്നെയാണ്. അങ്ങയുടെ കുടുംബത്തിനെ കുറിച്ച്? കുടുംബം, അമ്മ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അമ്മയ്ക്ക് 94 വയസ്സായി. പിന്നെ ഞങ്ങൾ 6 മക്കളാണ്. 2 സഹോദരിമാരും ഞങ്ങൾ 4 പേരും. അങ്ങനെ ഇനിയുള്ളത് അനിയന്മാർ തന്നെയാണോ? ഒരു അനിയനേ ഉള്ളൂ. രണ്ട് ജ്യേഷ്ഠന്മാരാണ്. പിന്നെ ഞാൻ, എൻ്റെ താഴെ അനിയനാണ് ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഗുരുവായൂരും ശബരിമലയും മേൽശാന്തി ആയത്. 2 സഹോദരിമാരാണ്. മൂത്ത സഹോദരിയുടെ മകൻ തെക്കേടം നാഗരാജൻ നമ്പൂതിരി, അദ്ദേഹം സപ്താഹ ആചാര്യനാണ്. അദ്ദേഹം ആചാര്യനാണ്. ധാരാളം സപ്താഹങ്ങൾ കേരളത്തിനകത്തും പുറത്തുമായിട്ട്. ഇപ്പോൾ ഈ ഗുരുവായൂരപ്പൻ്റെ ഈ ഒരു മേൽശാന്തിയാവാനുള്ള മഹാഭാഗ്യം കേട്ടറിഞ്ഞ് തന്നെ അദ്ദേഹം ഒരു യാത്രയിലായിരുന്നു. കാശി അയോധ്യ ഉൾപ്പെടുന്ന ഒരു യാത്രയിൽ നിന്നാണ് അദ്ദേഹം അത് കേട്ടത്. അപ്പോൾ തന്നെ വലിയൊരു സന്തോഷം അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലൊരു വായനാ സപ്താഹം ഇന്ന് കഴിയുന്ന ഒരു സപ്താഹത്തിലാണ് അവിടെ. അപ്പോൾ മൂത്ത 2 സഹോദരിമാർ, പിന്നെ ഞങ്ങൾ 4 പേര്, അങ്ങനെ 6 മക്കളാണ്. എൻ്റെ ഭാര്യ ശ്രീജ എന്നാണ് പേര്. ചെർപ്പശ്ശേരിക്കടുത്ത് മാങ്ങോട് LP സ്കൂളിലെ ടീച്ചറാണ്. മോൻ ശ്രീനാഥാണ് പേര്. മോനിപ്പോൾ പഠിപ്പെല്ലാം കഴിഞ്ഞ് ബാംഗ്ലൂർ ഒരു ഫാർമ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഒരു മകനേ ഉള്ളൂ. തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന 6 മാസക്കാലവും ഗുരുവായൂരപ്പൻ വളരെയധികം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങയുടെ ആ ഒരു പുതിയ അനുഭവങ്ങൾ, ഓരോ ദിവസവും ഉണ്ടാവുന്ന അനുഭവങ്ങൾ 6 മാസത്തിന് ശേഷം കേൾക്കാനുള്ള ഒരു ഭാഗ്യവും ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കുറച്ച് നിമിഷങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾ കൃഷ്ണാരിമിത്രങ്ങൾ എല്ലാവർക്കും വേണ്ടി ഭഗവാനോട് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്ന പോലെ ഭഗവാന്റെ അനുഗ്രഹവർഷം എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും സർവ്വചരാചരങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഹരേ ഗുരുവായൂരപ്പ. ഹരേ.